ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹൈ ആൻഡ് പ്രോ മാക്സ്. നമ്മളിന്ന് വന്നിരിക്കുന്ന ഗെയിമിൻ്റെ പേരാണ്, ഗെയിമൊന്നുമല്ല ഗൈസ്, യൂട്യൂബ് ഗൈസ്. യൂട്യൂബ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഗൈസ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ റോസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് റോസ്റ്റിംഗ് തുടങ്ങിയേക്കാം ഗൈസ്. പറയണ്ടേ പോരാ. ബ്ലൂടൂത്ത് ഒന്ന് ഓഫ് ചെയ്താണ് കേട്ടോ. ബ്ലൂടൂത്ത് ഒന്ന് ഓഫ് ചെയ്യാൻ ഇച്ചിരി ടൈം എടുത്ത് ബ്ലൂടൂത്ത് ഒന്ന് ഓഫ് ചെയ്യാനായിരുന്നു. അപ്പോൾ നമ്മൾ റോസ്റ്റിങ്ങിലോട്ട് കിടക്കാം. റോസ്റ്റ് ചെയ്ത വീഡിയോ ഞാൻ കണ്ടപ്പോൾ തന്നെ ഹലോ ഗായ്സ്, ഞാൻ വീണ്ടും എത്തിയാ വല്ല കാര്യമായി പോയി അതല്ലേ. ഞാൻ ഫേമസ് ആയി ഗായ്സ്, ഞാൻ ഫേമസ് ആയി എന്താ ഇങ്ങോട്ട് പറയുന്നു? തിരിച്ച് റോസ്റ്റ് ചെയ്തു. റോസ്റ്റ് ചെയ്ത വീഡിയോ ഞാൻ കണ്ടപ്പോൾ തന്നെ ബട്ടായ ഇന്നത്തെ കണ്ടന്റ് കിട്ടിയത്. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യാൻ ഇറങ്ങിയതാണ്. സോ പുതിയൊരു വീഡിയോയിലേക്ക് ക്ഷമിക്കാം. പറയുന്നത് കേട്ടാൽ നിങ്ങൾ സേഫാണ് ഗൈസ്. ഇവിടെ ഫുള്ള് കാറ്റും മഴയാണ് ഗൈസ്. ഇപ്പോൾ നിങ്ങൾ സേഫ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുകയാണ്. അതായത് ഇത് ഈ ഡിഫറെൻ്റ് ഓർത്ത് വെച്ചോ. എന്താ പറയുക, ഈ ഒരു ഡ്രസ് ഞാൻ ഫേമസ് ആയി സോളോ ആയി ഇറങ്ങിയതാണ്. സോ അപ്പം ഞാൻ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുകയാണ്. അതായത് എന്താ പറയുക, ഈ ഒരു ഡ്രസ്സ് ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. വീഡിയോയിലെ ഡിഫറൻസ് എന്താണ്? എന്റെ വീഡിയോയിലെ ഡിഫറൻസ് എന്താണ്? വളരെ നിഗൂഢമായ തിരച്ചിലിന് ശേഷം ഞാൻ എൻ്റെ വീഡിയോയിലെ ഡിഫറൻസ് എന്താണെന്ന് കണ്ട് എത്തിയിരിക്കുന്നു ഗൈസ്. സോ ഈ വീഡിയോയിലെ ഡിഫറൻസ് എന്ന് വെച്ചാൽ, സാധാരണ ഒരാൾക്ക് ഇത്രയ്ക്കും ഷോപ്പ് കാണിക്കാൻ പറ്റും ഇല്ലല്ലോ. എനിക്ക് പറ്റും. എന്താ ശരിക്കും എന്തിനാ എനിക്ക് പറ്റും കൂടുതൽ. അതാണ് ആ വീഡിയോയിലെ ഡിഫറൻസ്. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. റോസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഇരിക്കുന്നത്. റോസ്റ്റിംഗ് വീഡിയോ എന്ന് പറഞ്ഞപ്പോ മുഖത്തെ സന്തോഷം കണ്ടില്ലയോ? മുഖത്ത് കാണുന്നതിന്റെ ഒരു 1000 ഇരട്ടി സന്തോഷം. ഞാൻ പറഞ്ഞ 2000 ഇരട്ടിന്ന് 1000 ഇരട്ടി പ്ലസ് 1000 പ്ലസ് 1000 2000 ഇരട്ടി എനിക്കുണ്ട്. അത്രയും ആ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. ആ മുഖത്ത് അത് പ്രതിഫലിക്കുന്നുണ്ടാന്ന് ഞാൻ പറയുക. സോളോ വൈനർ അദ്വൈത്, അതായത് യൂട്യൂബിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറെ തന്നെയാണ്. ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറാണ്. എന്തോ സത്യം. സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പ്ലീസ് സബ്സ്ക്രൈബ്. കോപ്പിയാട്ടാ ഗൈസ്. ഇത് പണ്ടത്തെ സോളോ വൈനറുടെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി. കോപ്പിയാ ഫുള്ള് കോപ്പിയാ ഗൈസ്. ഇവള് ഫുള്ളെന്ന് വെച്ചാൽ ഫുള്ള് കോപ്പിയായി. പണ്ട് ഞാൻ കുറെ പ്രയോഗിച്ചതാ, കുഴപ്പമില്ല. ആദ്യമൊക്കെ ഇങ്ങനെ ഒന്നുമില്ലെങ്കിലും വളരെ ഒരു യൂട്യൂബറിനാണ് താങ്കൾ അഭിനയിച്ചിരിക്കുന്നു. ഞാനും അഭിനയിക്കും. എന്താ അപ്പം എന്തായാലും ഞാൻ മുങ്ങി കരിഞ്ഞിട്ടൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന എനിക്ക് തോന്നി. കരഞ്ഞ് നല്ല രീതിക്ക് കരഞ്ഞ്. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബ്രോ മാറ്റി പിടിച്ചൂടെ. കുറേ കാലം ഡിഫറെന്റ് ഗൈസ്, നിങ്ങൾ ആദ്യം മുതലൊന്ന് ഡിഫറെൻ്റ് എന്ന് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റുമായിട്ടാണ് കേട്ടോ. ലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാണ്. കണ്ട ഡിഫറെന്റ് എന്ന് പറഞ്ഞപ്പോ അവളും ഡിഫറെന്റ് പറഞ്ഞ ഫുൾ കോപ്പി അല്ലേ. ഡിഫറെന്റ് ഞാൻ കാണില്ല. ഒന്ന് മാറ്റി പിടിക്കും ബ്രോ. അപ്പൊ ഇതിലെ ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റ് എന്താന്നല്ലേ? അപ്പൊ ഡിഫറെന്റ് എന്ന് വെച്ചാല് ആ വീഡിയോയിലെ കണ്ടന്റ് തന്നെ ആയിരിക്കണം എന്നില്ല, ആക്ഷൻ. അതിന് ഞാൻ ഡിഫറൻസ് വെച്ചിട്ടുണ്ട്. സാധാരണ യൂട്യൂബർ ആയാല് പോസാക്കി ഓണാക്കി അങ്ങനെ വീഡിയോ ചെയ്യും. ബട്ട് അവരത് കട്ട് ചെയ്ത് ഒഴിവാക്കും.
ചെയ്യത്തില്ല, ഞാൻ ചെയ്യത്തില്ലല്ലോ, അങ്ങനെ ചെയ്യുമല്ലോ. ഞാൻ ഇതിൽ കൊണ്ടുവന്ന ഡിഫറെന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പൂസാക്കി ഓണാക്കുന്ന കാര്യം ആരും കട്ട് ചെയ്യുന്ന പോലെ ഒരു യൂട്യൂബർ കട്ട് ചെയ്യുന്ന പോലെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാണ് ഞാൻ അങ്ങനെ പൂസാക്കി ഓണാക്കി ചെയ്യുന്നത്. സോ അവിടെ ഒരു ഡിഫറെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എഡിറ്റ് ബിഗിനേഴ്സ് അല്ലേ, കുറച്ചൊന്ന് ശ്രമിച്ചൂടെ. എന്തായാലും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് മരണമാസം ആക്കിക്കൊണ്ട് മരണമാസം നീ കണ്ടെങ്കിൽ നീ അവിടെ മിണ്ടായിരുന്നാ മതി കേട്ടല്ലോ. കൂടുതൽ സോളോ വൈൻഡ് ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. എന്തായാലും നമുക്ക് ബാക്കി കാണാം, അല്ലെങ്കിൽ വേണ്ട. സ്നാപ്പ് എടുത്ത് ഞാൻ അടുത്ത വീഡിയോ വെക്കാം. മുടി മാത്രല്ല അണ്ണാൻ ചപ്പി പോലെ, എപ്പോ നോക്കിയാലും മുഖം അണ്ണാൻ ചപ്പി പോലെ. മുഖം അണ്ണാൻ ചപ്പിയാണെങ്കിൽ നീ എന്താ കൊരങ്ങിയാ? കുരങ്ങിൻ്റെ കണക്കിന് കണ്ട് മൂക്കും മുറിപ്പിച്ചിരിക്കുന്നു, മുഖമൊക്കെ ഇരിക്കുന്നു കറക്റ്റ് കുരങ്ങനെ കൈസ് കണ്ടില്ലേ? കൈയൊക്കെ നീണ്ടിരിക്കുന്നു, കുരങ്ങനെ കണക്കിന് പിടിച്ചു വെച്ചിരിക്കുന്നു, എന്തൊക്കെയോ കണ്ടില്ലേ കൈസ്? കണ്ട ബെഡ് തന്നെ കുളമായിരിക്കും കൈസ്, കുരങ്ങനെ ചാടിക്കളിക്കുമായിരിക്കും കൈസ് കുരങ്ങനെ പോലെ. ഇവള് മാത്രമല്ല കുരങ്ങാൻ ചപ്പില്ല, ഇവളുടെ മുടി തന്നെ അണ്ണാൻ ചപ്പിയാണെങ്കിൽ സത്യത്തിൽ ചപ്പിയാണെങ്കിൽ ഗൈസ് നിങ്ങൾ തന്നെ കമൻറ്റ് ഇടുക. അണ്ണാൻ ചപ്പിയാണെങ്കിൽ കറക്റ്റ് ഗൈസ്. ഇപ്പൊ പറ, സോളോയിലുള്ള അണ്ണാൻ ചപ്പിയാണെങ്കിൽ ആണോ അല്ലല്ലോ? കമൻറ്റ് പ്ലീസ്. ചോടാ ആക്ഷൻ നോക്കിക്കോ അവളുടെ. എപ്പോ നോക്കിയാലും നീ അത് വെറുതെ പറഞ്ഞായിരിക്കും, പക്ഷെ അത് കൊണ്ട് ഈ പറഞ്ഞതിൽ ഞാൻ അതിയായി ഖേദിക്കുന്നു. എനിക്കറിയാം, ക്ഷമിക്കണം. ഇവളൊന്ന് LKG പഠിക്കേണ്ട കുട്ടിയാണ് ഗൈസ്. എന്താ ചേട്ടനെ വിളിക്കുന്നത് കാണാം സെട്ടാ എന്താ സോളോയിന്ന് എന്താ ആക്രി കാരണക്കണക്കിന് പോന്ന ചേട്ടാന്ന് വിളിക്കാൻ. അപ്പം നിന്നെ വിളിക്കണേ ഞാൻ യൂട്യൂബിളി എന്ന് വിളിക്കട്ടെ ഞാൻ. ഇവൾക്കൊരു പേരിടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് ആ പേരിട്ട് തന്നെ റോസ്റ്റ് ചെയ്യാം ഗൈസ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്റെ ഇവിടെ പോലും കൊണ്ടിട്ടില്ല അത്ര പോലും ഇല്ലാത്തൊരു കൊച്ചു വന്നിട്ട് ഞാൻ അണ്ണാൻ ചപ്പിയതാന്ന് പറഞ്ഞാൽ എനിക്ക് വിടുവോ? ഞാൻ പറയുന്നത് ഇവിടെ ചെയ്യണോ? ഫുള്ള് കോപ്പിയല്ലേ, ഫുള്ള് കോപ്പിയാണ്. ഇതൊക്കെ സ്കിപ്പ് അടിച്ച് വിടാനുള്ള ആയിട്ടുള്ള പിള്ളേരെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പിള്ളേര്. അന്ന് ഭാഗ്യത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ നേരം ഈ കൊച്ചിനെ കണ്ടിട്ടില്ലല്ലോ, അല്ല ഇതിനകത്ത് പിടിക്കിട്ടാനേ. അതാണ് കുരങ്ങ് നിൽക്കുന്ന സ്റ്റൈല്. കണ്ടാ കുരങ്ങ് നിൽക്കുന്ന സ്റ്റൈൽ ഇപ്പൊ കാണിച്ചു തരാം. ആയിട്ടുള്ള പിള്ളേരെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പിള്ളേര്. അന്ന് ഭാഗ്യത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ നേരം ഈ കൊച്ചിനെ കണ്ടിട്ടില്ലല്ലോ, അല്ല ഇതിനകത്ത് പിടിക്കിട്ടാനേ. കണ്ട കുരങ്ങൻ ഇത് പ്രൊഫൈലിട്ട് ഇട്ടേക്കാം ഗൈസ്. സെൽഫി എടുത്ത് വെച്ചേ നമുക്ക് ആദ്യം തന്നെ ഇയാളെ ഈ കൊച്ചിൻ്റെ റോസ്റ്റിംഗ് വീഡിയോ എന്ന് പറഞ്ഞ് ഇട്ടേക്കാം ഗൈസ്. സെറ്റ് ഫുള്ള് സെറ്റ്. നീ പ്രത്യേകിച്ചൊന്നും വിചാരിച്ചില്ല, കാരണം എന്താണെന്ന് പറഞ്ഞാൽ നീ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും വിചാരിച്ചു ഞാൻ ട്രോൾ ഫേമസ് ആക്കുന്നുള്ളൂ. കാരണം നീ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഫുള്ള് ഫുള്ള് ട്രോളാണ്. ഞാൻ വിചാരിച്ചെങ്കിൽ ഞാൻ നിന്റെ കാര്യം കമന്റ് ചെയ്യുന്നത് നീ ഏതാ? അതെല്ലാം കേട്ടെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. കാരണം നീ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു ഒന്ന് ട്രോളി ഫേമസ് ആക്കുള്ളൂ. ഇൻസൾട്ട് ചെയ്യല്ലേ സോളോവൈനർ. ഞാൻ വിചാരിച്ചെങ്കിൽ ഞാൻ നിന്റെ കാര്യം കമന്റ് ചെയ്യുന്നേ നീ ഏതാ? ഞാൻ എന്റെ പാസ്വേഡ് ഐഡി എനിക്ക് പറഞ്ഞു തരല്ലോ, ഞാൻ അങ്ങ് നടത്തിക്കോളാം, ഞാൻ പറഞ്ഞോളാം എല്ലാം ചെയ്യാൻ. എന്തിനാ ഇങ്ങനെ വീഡിയോ? എന്റെ പൊന്നെ സോളോവൈനറെ തക്കടിച്ച് ചാടല്ലേ. പാസ്വേഡ് ഐഡി എനിക്ക് പറഞ്ഞു തരല്ലോ, ഞാൻ ഫുള്ള് തഗ് തീയല്ലോ, കോപ്പി അടി തഗ് ഫുള്ള് നീ. എന്നിട്ട് പറയോ തകടിച്ച് ചാടുന്നു. അപ്പൊ കുറച്ച് റെസ്പെക്ട് കൊടുക്കാന്ന് വെച്ചാൽ അതിനും പറ്റൂല. മോനെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഞാൻ അവിടെ പ്രതികരിക്കും. ഒരുപാട് ബാഡ് കമന്റ്സ് വന്നിട്ടുണ്ട്, അതിനൊക്കെ ഞാൻ നല്ല റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ചെയ്തതും സ്പിരിറ്റിൽ തന്നെ ഇരിക്കാം. നീ ഇതിന്റെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി താല്പര്യമില്ല
സോളോ ആയിട്ട് റോസ്റ്റിംഗ് സീരീസ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല. സോ ഇത് ഞാൻ ഇവിടെ നിർത്തിക്കോളാം നീയൊക്കെ കണ്ട പേടിച്ചായി ഞാൻ റോസ്റ്റ് ചെയ്യുന്നറിയാം ആരായി റോസ്റ്റ് ചെയ്യത്തില്ലേ ഇവൾക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കുന്നത് സത്യത്തിലെ വീഡിയോ അയച്ചു കൊടുക്കുന്നത് അതാണ് ഒറ്റ വണ്ടി കൊരങ്ങൻ സംസാരിക്കും. ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാണ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.